ഫൈസൽ ഖാൻ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറയുമ്പോൾ വൈകാരികവും. ഈ ഫൈസൽ ഖാൻ മരിച്ചിട്ട് 3 വർഷമായി. AISF പഴയ നേതാവാണ്. അപ്പം ഞാൻ ആദ്യത്തെ ഫണ്ട് ഞാൻ ഫൈസൽ ഖാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫൈസൽ ഖാ എനിക്കൊരു 1000 രൂപ വരണം, പള്ളിയുടെ മുമ്പിൽ വെച്ചാരെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈസൽ ഖാൻ ആടാൻ നിനക്ക് തരാടാന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ, അത് നമ്മുടെ സ്വന്തം പള്ളി പോലെ ഞങ്ങളവിടെ പ്രതിസ്കരിക്കുമ്പോൾ ചേരാൻ പള്ളി, ഇന്ത്യയിൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഫൈസൽ ഖാൻ തരാടാ എന്താണെന്ന് പറഞ്ഞു. എനിക്ക് ഫോട്ടോ എടുക്കണം, എനിക്ക് ഇവിടുന്ന് ഫണ്ട് കിട്ടിയ ഫൈസൽ ഖാൻ ആദ്യത്തെ ഫണ്ട് കുറേ പേര് തരും, ഐസഫാരൊക്കെ പറഞ്ഞു. പഴയ ഐസഫ് നേതാവാണ് കേരള ഓർമ്മയിലൊക്കെ. അങ്ങനെ അദ്ദേഹം 2-ആഴ്ച ദിവസം എൻ്റെ വിളിച്ച് പറഞ്ഞു, നിനക്ക് പള്ളിയിൽ നിന്നാണ് ഫണ്ട് എന്ന് പറഞ്ഞു. അത് എനിക്കുണ്ടായ വലിയൊരു, കാരണം വേണമെങ്കിൽ സാങ്കേതിക അല്ലെങ്കിൽ ചിലപ്പോൾ വിശ്വാസപരമൊക്കെ ആയിട്ട് പറഞ്ഞ തർക്കങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട് സിനിമയ്ക്ക് ഫണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ അത് ഇത്രയും വലിയൊരു രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ജുമാ മസ്ജിദ് നിന്നു എന്നുള്ളത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ, സിനിമ എന്തായാലും ഇപ്പം കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഫസ്റ്റ്. അങ്ങനെയാണ് ക്രൗഡ് ഫണ്ടിങ് തുടങ്ങുന്നത്. അന്ന് ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായ തൻവിൻ്റെ ഉമ്മയും എൻ്റെ അമ്മയും ചേർന്നാണ്. എൻ്റെ ഉമ്മയും അമ്മയ്ക്കാണ് ആദ്യം കൂടെ ചെറിയ മസ്ജിദിൽ വെച്ച് ഫണ്ട് ഏറ്റുവാങ്ങുന്നത്. തുടർന്ന് ശിവഗിരിയിലായിരുന്നു ഫസ്റ്റ് തൊട്ട് സത്യാനന്ദ സ്വാമിനോട് ചില വിഷയങ്ങളിൽ പല നിലപാടുകളിലൊക്കെ സത്യാനന്ദ സവർണ സമരത്തിന് കൃത്യമായ നിലപാടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ നിന്നാണ്, ശിവഗിരി എന്നാണ് അയ്യങ്കാളി ദിനത്തിനും ട്രെയിലർ പുറത്തിറക്കുന്നത് ഇതിൻ്റെ. അങ്ങനെ അടിമുടി